ഏഷ്യൻ നോബൽ സമ്മാനമായ റാമോൺ മാഗ്സസെ പുരസ്കാരം വൈദികന്. മയക്കുമരുന്നിനെതിരെയും മനുഷ്യാവകാശ സംരക്ഷണത്തിനുമായി ശക്തമായി പോരാടുന്ന ഫിലിപ്പീൻസിലെ വൈദികനായ ഫാദർ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വില്ലാനുവേവയാണ് 2025 റാമോൺ മാഗ്സസെ പുരസ്കാരത്തിന് അർഹനായത്. 1958 മുതൽ നൽകിവരുന്ന റാമോൺ മാഗ്സസെ പുരസ്കാരം ഏഷ്യൻ നോബൽ സമ്മാനമായാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ നേതാക്കളെയും സംഘടനകളെയും ആദരിക്കുക എന്നതാണ് റാമോൺ മാഗ്സസെ അവാർഡിലൂടെ ലക്ഷ്യമിടുന്നത്. മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിനിടെ ഇരകളായ വിധവകളുടെയും അനാഥരുടെയും എണ്ണമറ്റ ഭവനരഹിതരുടെയും പേരിൽ ബഹുമതി സ്വീകരിക്കുകയാണെന്ന് ഫാദർ ഫ്ലാവിയാനോ വില്ലാനുവേവ പറഞ്ഞു. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഫാദർ ഫ്ലാവിയാനോ അന്റോണിയോയ്ക്ക് ലഭിച്ച പുരസ്കാരത്തിൽ വിശ്വാസികളും തികഞ്ഞ സന്തോഷത്തിലാണ്. മയക്കുമരുന്നിനെതിരായി മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടർട്ടെയുടെ കാലത്ത് ഫിലിപ്പീൻസിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ 30,000-ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. റോഡ്രിഗോയുടെ നയങ്ങളുടെ കടുത്ത വിമർശകരിൽ ഒരാളായിരുന്നു സൊസൈറ്റി ഓഫ് ദി ഡിവൈൻ വേർഡ് സന്യാസ സമൂഹാംഗമായ ഫാദർ വില്ലാനുവേവ. ബാല്യത്തിൽ മയക്കുമരുന്ന് അടിമയായിരുന്ന അദ്ദേഹം ആഴത്തിലുള്ള മാനസാന്തരത്തിനു ശേഷം മിഷണറിയായി മാറുകയായിരുന്നു. 1998 അദ്ദേഹം സെമിനാരിയിൽ ചേർന്നത്. 2006 വൈദികനായി അഭിഷിക്തനായി. ഭവനരഹിതർക്ക് മാന്യമായ പരിചരണവും സേവനവും നൽകുന്നതിനായി അദ്ദേഹം രാജ്യതലസ്ഥാനമായ മനിലയിൽ 2015 ആർണോൾഡ് ജാൻസൺ കലിംഗ സെന്റർ എന്ന കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഉൾപ്പെടെയുള്ള സഹായം ഫാദർ ഫ്ലാവിയാനോയുടെ നേതൃത്വത്തിൽ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്.